നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ ഇടുക്കി സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന ഈ സീറ്റുകൾ വിട്ടു നൽകാനാകില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച അടുത്ത ചർച്ച നടക്കും. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഇവിടെ ഒരു തർക്കമുണ്ട്. ആ തർക്കം അത് മുറുകുമോ അതോ അയയുമോ? ക്രിസ്റ്റീന, ഈ തർക്കം രൂക്ഷമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കടുത്ത നിലപാടുകളിലേക്ക് തന്നെ ഇരു കൂട്ടരും പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കോൺഗ്രസിന് 2 സീറ്റുകളാണ്, ഏറ്റുമാനൂർ ഇടുക്കി സീറ്റുകൾ അവർക്ക് വേണമെന്നുള്ള ഒരു നിലപാടാണ് അവർക്കുള്ളത്. അതിന് കാരണമായി പറയുന്നത് ലോക്സഭാ സീറ്റ് പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകി താരതമ്യേന ഒരു ശക്തിയുമില്ലാത്ത അവരെ വിജയിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് അന്ന് തന്നെ തയ്യാറാണെന്ന് ചില സൂചനകൾ അന്ന് അവർ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ സീറ്റ്, ഇടുക്കി സീറ്റ് എന്നിവ ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ്, അത് വിട്ടു നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെതിരെ താഴെത്തട്ടുള്ള പ്രാദേശിക നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഈ സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നടക്കുന്ന തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് 2ാമത്തെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. അന്ന് നിർണായകമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ സീറ്റുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വി ഡി സതീശനുമായി മോൻസ് ജോസഫ് ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സീറ്റ് ഏറ്റെടുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.